നമസ്കാരം. വിടുതലൈ 2 വിടുതലൈ 1 കണ്ടവർക്ക് അറിയാം. വിടുതലൈ 2 എന്ന് പറഞ്ഞ പടം സംസാരിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്നുള്ളതെല്ലാം വിടുതലൈ 1 സിനിമ കണ്ടവർക്ക് അറിയാം. നമ്മുടെ വിജയ് സേതുപതി, സൂരി, ഗൗതം വാസുദേവൻ സർ, അങ്ങനെ കുറേ പേര് ഭയങ്കര രീതിയിൽ അണിനിരന്ന ഒരു സിനിമയായിരുന്നു വിടുതലൈ 1. വിടുതലൈ 1 അറിയാലോ, സൂര്യ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിനെ കേന്ദ്ര കഥാപാത്രമായിട്ട് കൊണ്ടുപോയി ക്ലൈമാക്സ് വരെ ആളുടെ ഒരു ത്രില്ലിംഗ് മൂഡിലോട്ട് എത്തിച്ച ഒരു പടമാണ് നമ്മുടെ വിടുതലൈ 1. ആ ഒരു സോങ്സ് ആയിക്കോട്ടെ, അവന്റെ ആ റൊമാൻസ് സീൻ ആയിക്കോട്ടെ, അവരുടെ ആ ഒരു പടത്തിന്റെ കഥ ബേസ്, വെട്രിമാരന്റെ പടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വാവ് എന്ന് തോന്നിപ്പിക്കുന്നത് ആ ഒരു പടത്തിന്റെ ബേസ് എന്ന് പറയുന്നത് പടത്തിന്റെ കഥ. ആ കഥയിൽ ഏറ്റവും 100% എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ വെട്രിമാരൻ. കാരണം കഥയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. കാരണം ബേസ് നന്നായാലും ബിൽഡിങ് ബാക്കി കെട്ടിപ്പോക്കണം നന്നായിട്ടുണ്ടാവുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി ഒരു സിനിമയിലുള്ള കഥാപാത്രത്തിൽ ഇണങ്ങിയ അവരുടെ ആ ബിൽഡിങ്ങിലൂടെ എല്ലാം കറക്റ്റ് ലെവലിൽ കൊണ്ടുപോകുന്ന ഒരു ഡയറക്ടറും കൂടിയാണ് വെട്രിമാരൻ. ഇളയരാജന്റെ പാട്ടും കൂടി ആവുന്ന സമയത്ത് പിന്നെ പറയണ്ട, അത് അതിനനുസരിച്ചുള്ള രീതിയിൽ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ വിടുതലൈ 2 എന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നാണ് കണ്ടത്, 2 ദിവസം മുമ്പ് ഇറങ്ങിയാണ് പടം. വിടുതലൈ 2 ഇറങ്ങിയ സമയത്ത് വിടുതലൈ 1 അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയത് 1 അത്ര പോരാ. കാരണം എല്ലാവരും എക്സ്പെക്ട് ചെയ്താണ്. കാരണം വിടുതലൈ 2 എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? കാരണം വിജയ് സേതുപതി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിന്റെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന കഥയും കഥാവികാസങ്ങളോ ആണ് സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവുന്നുള്ള കാര്യം നന്നായിട്ട് അറിയുന്നത്. ട്രെയിലറിലും വ്യക്തമായിരുന്നു. കാരണം ഈ പറഞ്ഞ കഥാപാത്രത്തിന്റെ പാസ്റ്റ് എന്തായിരുന്നു, എങ്ങനെയാണ് ഇതിലോട്ട് ഈ പറഞ്ഞ ജനങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വലിയൊരു വിപ്ലവകാരിയിലൂടെ എത്തുന്നത് എല്ലാം കൂടി കറക്റ്റ് ലെവലിൽ പറഞ്ഞു പോകുന്ന ഒരു സിനിമയായിരിക്കും തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ വിടുതലൈ 2 വിചാരിച്ചത്. അങ്ങനെ തന്നെയാണ് സിനിമ. പക്ഷേ പടത്തിന്റെ ലെങ്ത് ഒരു 2.25 മണിക്കൂർ നേരമുണ്ട്. പടം തുടങ്ങുന്നത് തന്നെ എവിടെ നിന്നാണോ എൻഡ് ചെയ്തത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പടം വിടുതലൈ 2. ആ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി പിന്നെ വിജയ് സേതുപതി എന്ന് പറഞ്ഞ ആളുടെ കഥാപാത്രത്തിന്റെ ഒരു ബിൽഡിംഗ് ആണ്. പുള്ളി ആരായിരുന്നു, എന്തായിരുന്നു, പിന്നെ എന്ത് ചെയ്യുമായിരുന്നു മുൻപ്, എന്തുകൊണ്ടാണ് ഈ ഒരു പാർട്ടി നേതാക്കന്മാരുടെ ഇടയിലോട്ട് വരുന്നത്, ഇത് ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോയി ഫുൾ സ്റ്റോറി ടെല്ലിംഗ് ആയിപ്പോയി പടം. ഫസ്റ്റ് തൊട്ടിൽ ക്ലൈമാക്സിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് വരെ ഫുൾ സ്റ്റോറി ടെല്ലിംഗ് പോലെ പോയതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു ഒന്നിനെ അപേക്ഷിച്ച്. കാരണം ഇതിൽ പറയാൻ ഒരുപാടുണ്ട്, സെക്കൻഡ് പാർട്ടിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ തന്നെ ഇരുന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ വേണമായിരുന്നോ എന്നുള്ള ഫീൽ തോന്നും. പക്ഷെ നമുക്കൊരു ബോറായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ അതിൽ ലയിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് ഒരു പാട്ടും കാര്യങ്ങളൊന്നും വലിയ രീതിയിലൊന്നും ഇതിൽ ഒരു പാട്ടെന്തോ ഉണ്ട്, പക്ഷെ അതൊരിങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ മ്യൂസിക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അത് ഗംഭീരമായിരുന്നു. പിന്നെ ഇതിൽ സൂരി ഫസ്റ്റ് പാർട്ടിൽ സൂര്യനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ വിജയ് സേതുപതിയാണ് മെയിൻ ലീഡ് റോളിൽ വന്നിരിക്കുന്നത്. ഇതിൽ പുള്ളി തന്നെയാണ് വെട്രിമാരൻ്റെയാണ് സ്ക്രീൻ പ്ലേ എല്ലാം വെട്രിമാരൻ തന്നെയാണ്. ഇതിൽ സിനിമോട്ടോഗ്രാഫി വേൽരാജ്, പുള്ളിൻ്റെ നൈസ് വർക്കായിരുന്നു. പിന്നെ മ്യൂസിക് ഇളയരാജ. പിന്നെ ഇതിൻ്റെ ബഡ്ജറ്റൊക്കെ പറയുന്നത് 65-70 കോടി എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഗൗതം വാസുദേവൻ മേനോൻ, മഞ്ജു വാര്യർ, കിഷോർ, ഭവാനി ശ്രീ മേനോൻ, അങ്ങനെ കുറേ പേര്, സൂര്യ, വിജയ് സേതുപതി, അങ്ങനെ കുറേ കിഷോർ, അങ്ങനെ കുറേ പേര് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. കാരണം ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് സൂര്യയുടെ ആ ഒരു റൊമാൻസും കാര്യങ്ങളും അവരുടെ തമ്മിലുള്ള ഇന്റിമസി സീനെല്ലാം നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ആയത്. സെക്കൻഡ് പാർട്ടിൽ അതൊന്നുമില്ല. സൂര്യൻ്റെ ആ ഒരു പരിപാടിയൊന്നും സെക്കൻഡ് പാർട്ടിലില്ല. ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ വിജയ് സേതുപതിന്റെ ഒരു ജീവിതം, വിജയ് സേതുപതി അതാണ് എക്സിക്യൂട്ട് ചെയ്ത ഒരു രീതി ഇത് തന്നെയാണ്. വേറൊന്നുമില്ല. നമ്മൾ ഈ പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ തൊഴിലാളികളുടെ മുതലാളിമാർ ചൂഷണം ചെയ്യുകയും പിന്നെ അവർക്ക് അഗേൻസ്റ്റായി ഒരു പാർട്ടി രൂപീകരിക്കുകയും ആ രൂപീകരിച്ചതിന്റെ ഫലമായിട്ട് ഈ തൊഴിലാളികൾക്ക് നിക്കക്കള്ളി ഇല്ലാതാകുന്ന വരുന്ന സമയത്ത് ഈ നേതാക്കന്മാരെ കൊല്ലുക, പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മുമ്പും കണ്ടത് തന്നെയാണ്.
ആ ഒരു കണ്ട തന്നെയാണ് ഈ ഒരു പടത്തിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് വെട്രിമാരൻ സ്റ്റൈലിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഓരോരോ സീനുകളിലെ ഓരോരോ സെറ്റ്, അതൊക്കെ ഓരോ സീനുകൾ കാണുന്ന സമയത്ത് സെറ്റിട്ടതാണെങ്കിൽ കൂടി നമുക്കത് മനസ്സിലാവാത്ത തരത്തിൽ അവരത് എടുത്തു വെച്ചത് എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് പാർട്ട് എനിക്ക് അത്ര വലിയ ഒരു വാവ് ഫാക്ടറായിട്ട് തോന്നിയില്ല. അതെന്നെ മാത്രം തോന്നലായിരിക്കും. ചിലപ്പോൾ എല്ലാവർക്കും അത് ഇങ്ങനെയുള്ളതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ അങ്ങനെ ഒരു പരിപാടി ആൾക്കാർ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ഉറക്കം തൂങ്ങി ഇരിക്കുന്ന പരിപാടിയല്ല. പക്ഷെ എന്തോ എവിടെയോ ഒരു മിസ്ലീഡിങ് ആയി പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം വെറും ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയി പടം മാറിപ്പോയോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം പറഞ്ഞ കണ്ടന്റും പറഞ്ഞ് അവസാനിപ്പിച്ച രീതിയെല്ലാം നൈസായിരുന്നു. നമുക്ക് ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതങ്ങനെ പോയി. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തിയേറ്ററിനാണെന്ന് അറിയില്ല, ഇപ്പോൾ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറയണം. കാരണം ഡബിങ്ങിലാണോ ഇതിൻ്റെ സൗണ്ട് ലിപ്സിങ്ക് കറക്റ്റ് ആവുന്നില്ല. ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അവിടെ വേറെ എന്തൊക്കെ സംസാരിക്കും, ഇവിടെ എന്തൊക്കെ സംസാരിക്കണം, അവിടെ വേറെ സംസാരിക്കുന്നത്. കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് വിജയ് സേതുപതി പോലീസുകാരുടെ അടുത്ത് കഥ പറയുന്നുണ്ട്. പക്ഷെ അത് പുള്ളി വേറെ ആരോ സംസാരിക്കുന്ന പോലെ, വേറെ ആരോ മീൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ വിജയ് സേതുവിന്റെ കഥ വേറെ ആരോ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയില്ലേ, അതേപോലെ പറയുന്ന പോലെയുണ്ട്. സ്പോട്ടിൽ നമുക്ക് സംസാരിക്കുന്ന പോലെ ഒരു ഫീൽ ചെയ്യില്ല. പിന്നെ കുറെ ലിപ്സിങ്ക് ആരും ഒന്നും കറക്റ്റ് ആവുന്നില്ല. ചില ഭാഗങ്ങളിലൊന്നും ലിപ്സിങ്ക് കറക്റ്റ് ആവണേയില്ല. പിന്നെ മഞ്ജു വാര്യർ പിന്നെ തകർത്തഭിനയിക്കേണ്ട തരത്തിലുള്ളൊരു വേഷമൊന്നും കിട്ടിയില്ല. കാരണം വിജയ് സേതുപതിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ഒരു വേഷമാണ്. പുള്ളിക്കാരൻ്റെ രീതിയിലുള്ള ഒരു ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. സൂര്യക്ക് ഇപ്രാവശ്യം വലിയ റോളൊന്നും കൊടുത്തിട്ടില്ല, വലിയ ഡയലോഗ് ഡെലിവറികളും കാര്യങ്ങളൊന്നുമില്ല. കാരണം അതിൻ്റെ ആവശ്യം, കാരണം സെക്കൻഡ് പാർട്ട് വിജയ് സേതുപതിൻ്റെ ആണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു സർവൈവറാണ്, ഒരു നേതാവിൻ്റെ, പാവപ്പെട്ടവർക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു നേതാവിൻ്റെ ഉന്നമനം എന്ന് വെച്ചാൽ ഉണ്ടായതും അവസാനിക്കുന്നതുമായിട്ടുള്ളൊരു കഥയാണ് ഈ പറഞ്ഞ വിടുതല 2. മ്യൂസിക്കിൽ ഒരു പാട്ടേ ഉള്ളൂ, അങ്ങനെ കണ്ടിരിക്കാം. പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലീസുകാരൻ്റെ ഈ അക്രമവും കാര്യങ്ങളെല്ലാം നമുക്കിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ആ ഒരു പടത്തിന് ആ ഒരു കഥ കിട്ടകിട്ടാന്ന് പറഞ്ഞു പോകണ്ട. പക്ഷെ വെറും ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് റിപ്പീറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു മാതിരി തോന്നുന്നുണ്ട്. കാരണം വിടുതല 1 നമ്മൾ അതാണല്ലോ എക്സ്പെക്ട് ചെയ്ത് ഇതിന് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും അത് തിയേറ്ററിൽ തന്നെ പോയി കാണാവുന്ന ഒരു തന്നെയാണ്. പൈസ മുതലാകും. ചിലർക്കത് ക്ലിക്കായി. ഞാൻ പറഞ്ഞില്ല, എനിക്കത് ഒരു ലാഗ് ഫീൽ ചെയ്തു. പക്ഷെ എല്ലാവർക്കും അത് അങ്ങനെ ആവണമെന്നില്ല. എന്നിരുന്നാൽ കൂടി വെട്രിമാരൻ പടം നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അത് എത്രത്തോളം ഇത് കിട്ടുന്നോ അങ്ങനെയുള്ള കിട്ടും. പക്ഷെ എനിക്കത് കിട്ടിയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പടം മോശം എന്നല്ല, ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എടുത്തു വെച്ച ആ ഒരു രീതിയെല്ലാം അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും എല്ലാവരുടെ അഭിനയം എല്ലാം അടിപൊളിയാണ്. വിജയ് സേതുപതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ് ഡെലിവറി സ്പീഡിലായതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല. അത് ഒരുമാതിരി ഒരു ഇങ്ങനെ വിജയ് സേതുപതി പറഞ്ഞു പോകുമ്പോൾ നമുക്കത് എന്താ പറയണമെന്ന് നമുക്കത് മനസ്സിലാവുന്നില്ല. അത് ചെറിയ പ്രശ്നം. പിന്നെ ആ ലിപ്സിങ്ങിൻ്റെ ഒക്കെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ ലിപ്സിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ ഇനിയിപ്പോൾ തിയേറ്ററിൻ്റെ ആണോ എന്നറിയില്ല. അപ്പം ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണത്. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. എന്തായാലും പടം A സർട്ടിഫിക്കറ്റാണ്. കാരണം വയലൻസ് കൂടുതലാണ്. അതായത് മാർക്കൊന്ന് രാവിലെ ഞാൻ കണ്ടു, അതിനുശേഷം ഇതിന് പോയത്. പക്ഷെ വയലൻസ് പറയുന്നത് വാർക്കോയിൽ ക്ലൈമാക്സിനനുബന്ധിച്ച് നടക്കുന്ന കുറച്ച് തീവ്രമായിട്ടുള്ളത് മാത്രമുള്ള വയലൻസ്, അല്ലാതെ മുഴുനീള വയലൻസ് അല്ല മാർക്കോയിലുള്ളത്. പക്ഷെ ഇതിൽ വയലൻസ് ആണ് ഒരു ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയും ഉള്ളത്. ഈ പറഞ്ഞ കഥൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന ഫൈറ്റ് സീനുകളുടെ ഇടയിൽ കൂടെ നടക്കുന്ന ഈ പറഞ്ഞ വയലൻസ്, അതിനാണ് ഈ പടത്തിന് A സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റത്തെ അതങ്ങനെയാണ് തോന്നുന്നത്. ഞാനത് നോക്കിയിട്ടില്ല, അത് അങ്ങനെയാണ് തോന്നുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി വെട്രിമാരൻ്റെ എനിക്ക് പേഴ്സണലി തോന്നി അത്ര വെട്രി അല്ലാതെ ഒരു എബോ ആവറേജ് ആയിട്ട് തോന്നിയ ഒരു പടമാണ് വിടുതല 2. കാരണം ആ ട്രെയിൻ പാളത്തു നിന്നാണല്ലോ തുടങ്ങുക വിടുതല 1. ഇത് അവസാനിക്കുന്ന ഒരു കാട്ടിലൂടെയാണ് അവസാനിക്കുന്നത്. എന്നാലും എല്ലാവരും നല്ല രീതിയിൽ മികച്ച അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ പോയിട്ട് കാണേണ്ടവർ കാണാം. അത്ര മോശമല്ല, അല്ലെങ്കിൽ അത്ര അടിപൊളിയല്ല എന്ന് പറയത്തക്ക രീതിയിലുള്ളൊരു പടം തന്നെയാണ് വിടുതല 2.